എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ SBIPയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക അല്ലെ. എല്ലാവരും ഭയങ്കര ഷോക്കിങ്, കാരണം ഷോക്കിംഗ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വരെ പേരുകൾ വീണ് തുടങ്ങി നമ്മുടെ SBIക്ക്. അപ്പൊ SBIPയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. IBPSന്റെ കലണ്ടർ വന്നു, അതുപോലെ തന്നെ അതിനകത്ത് തന്നെ IBPSന്റെ PO ക്ലർക്ക്, RRB ഗ്രാമീൺ ബാങ്കിന്റെ എക്സാംസിന്റെ എല്ലാം ഡേറ്റ് ഒക്കെ വന്ന് നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് നമ്മുടെ SBIPയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് SBIPയുടെ നോട്ടിഫിക്കേഷനകത്തുള്ളത്, എന്നാണ് എക്സാം എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ SBIPയുടെ എക്സാമിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് കേട്ടോ SBIയുടെ എക്സാം. കാരണം അത്രയും സാലറി ബേസ്ഡ് ആണെങ്കിലും വർക്ക് ഒക്കെ ആണെങ്കിലും ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബാണ് SBIPO. SBIPയുടെ സാലറി സ്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് പല ചാനലുകളിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അത്രയ്ക്കും നല്ല അട്രാക്റ്റീവ് സാലറി ആണ് SBIPക്ക്, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ PO പോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊബേഷണറി ഓഫീസേഴ്സിന്റെ പോസ്റ്റ് ആണ് വരുന്നത്. ഇപ്രാവശ്യം വേക്കൻസി കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ്, 541 ഉള്ളൂ. കഴിഞ്ഞ വർഷം 600 ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, 541. ഫ്രീക്വൻസി, നമ്മുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ഇയർ, എല്ലാ വർഷവും നമുക്ക് ഈ SBIPയുടെ എക്സാം ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, 2024 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജനുവരി ഒക്കെ ആയിരുന്നു നമുക്ക് PO അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ വന്നത്. പക്ഷെ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ഈ 2025 പകുതി ആയിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, 2025 ഓരോ വർഷം ഒരു പകുതി തൊട്ടാണ് നമ്മുടെ എക്സാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. RRBയുടെ എക്സാം കാണും, IBPS PO ക്ലർക്ക് കാണും, then SBI കാണും. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള സ്ട്രാറ്റജി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് SBIPയുടെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് വന്നിരിക്കുകയാണ്. ഈ മാസം അതായത് ഈ വർഷം തന്നെ എക്സാം നടത്തിയിട്ട് വീണ്ടും ജൂണിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്ന ഒരു അവസ്ഥയായി അല്ലേ. ഓക്കെ, എന്നാലും പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കണം. ഒരു വേക്കൻസി ആണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, കാരണം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കളയേണ്ടതല്ല. പക്ഷേ ഈ ഒരു 541 വേക്കൻസീസ് ഓർത്ത് നിങ്ങൾ വിഷമിക്കണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് SBIPOക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് IBPS POയുടെയും IBPS ക്ലർക്കിന്റെയും SBI ക്ലർക്കിന്റെയും ഉടനെ കാണും കേട്ടോ. SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി വരും, SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പം അതുപോലെ നമുക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്, വേക്കൻസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ 541 വേക്കൻസി മാത്രമല്ല നമ്മുടെ ടാർഗറ്റ്, IBPS POയുടെ വേക്കൻസീസ്, IBPS ക്ലർക്കിന്റെ വേക്കൻസീസ് ഒക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ RRBയുടെ വേക്കൻസീസും എല്ലാം അറിയാൻ പറ്റും. അപ്പൊ അതെല്ലാം നമ്മുടെ അവസരങ്ങളാണ്. സോ അതിനുവേണ്ടി ഇന്നേ പ്രിപ്പയർ ചെയ്യാം, ഇന്ന് മുതലേ തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് SBIPOയുടെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ മെയിൻ ചെയ്തത്. അതായത് ജൂലൈയില് നമ്മുടെ കലണ്ടർ വന്നപ്പോ, ജൂണിൽ നമ്മുടെ കലണ്ടർ വന്നപ്പോ ഓഗസ്റ്റ് 17 മുതൽ IBPS POയുടെ എക്സാം ഉണ്ടെന്ന് അറിഞ്ഞ് അന്ന് മുതൽ പഠിച്ചു തുടങ്ങിയവർക്ക് ഇത് കണ്ട് വലിയ ഞെട്ടലൊന്നും കാണത്തില്ല. ഓക്കെ, എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വരട്ടെ, ഞാൻ പഠിക്കും അല്ലെ. അപ്പൊ ആ ഒരു പാറ്റേണിൽ പോയാൽ മതി. അപ്പൊ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് 24th ജൂൺ ആണ്, ഇന്ന് മുതലാണ്. 24th ജൂൺ മുതലാണ് 14th ജൂലൈ വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. 24th ജൂൺ മുതൽ 14th ജൂലൈ വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. അപ്പൊ പ്രിപ്പയർ ചെയ്യേണ്ടവർക്കാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് അടുത്തു, 24th ജൂൺ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങണം. അപ്പൊ എക്സാമിന് ഇനി അധികം ടൈം ഒന്നും ഇല്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്സാം വരുന്നത് എന്നൊക്കെ നോക്കാം. അതിനു മുൻപ് നമ്മുടെ വേക്കൻസീസ് എല്ലാവർക്കും അറിയേണ്ട, എത്ര വേക്കൻസി ഉണ്ട് എന്നിട്ടേ പഠിക്കത്തുള്ളൂ. എത്ര വേക്കൻസി ഉണ്ടെന്ന് ആദ്യം അറിയണം, എന്നിട്ടേ പഠിക്കുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. വേക്കൻസി എന്തിനാണ് നമ്മൾ അറിയുന്നത്, ഒരു വേക്കൻസി പോലെ നമുക്ക് 10 വേക്കൻസി ഒന്നും വേണ്ടല്ലോ. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഇന്നലത്തെക്കാളും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക നാളെ. അപ്പൊ ഒരു വേക്കൻസി ആണെങ്കിലും 2 വേക്കൻസി ആണെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, പ്രിപ്പറേഷൻ നിങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളാണ് വെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. സോ വേക്കൻസീസിന്റെ റിപ്പോർട്ട് ഞാൻ എന്തായാലും പറയാം. കാറ്റഗറി വൈസ് വേക്കൻസീസ് ആണ്. ടോട്ടൽ 500 വേക്കൻസീസ് ആണ് റെഗുലർ ഉള്ളത്. ബാക്ക്ലോഗ് വേക്കൻസീസ് ഉള്ളത് 41 ആണ്. അങ്ങനെ 541 ആണ് ടോട്ടൽ വേക്കൻസീസ് ഉള്ളത്. ഈ വേക്കൻസി അനാലിസിസ് ഒന്ന് പറയാമേ. വേക്കൻസി അനാലിസിസ് എന്ന് പറഞ്ഞാൽ 2017 നമുക്ക് 2313 വേക്കൻസി ഉണ്ടായിരുന്നു. 2313 വേക്കൻസി ഉണ്ടായിരുന്നു. എവിടെ? 2017. പിന്നെ 2000 വേക്കൻസി ഉണ്ടായിരുന്നു 2018. 2019 അത്ര തന്നെ ഉണ്ടായിരുന്നു. 2020 അത്ര തന്നെ വേക്കൻസീസ് ഉണ്ടായിരുന്നു. എന്നാൽ 2056 വേക്കൻസീസ് ഉണ്ടായിരുന്നു 2021. നോക്കി, ഇപ്പം ഈ ഒരു റീസെന്റ് നമ്മുടെ വേക്കൻസീസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 2022 ഒരു 1673 ആണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ 2023 നിങ്ങൾ കണ്ടോ 2000 ആയിരുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഈ 2 വർഷം 2024 2025
വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2024 600 ആയിരുന്നു വേക്കൻസി. അത് റിപ്പോർട്ട് ചെയ്തിട്ട് 6 മാസം 7 മാസം ആകുമ്പോഴത്തേക്ക് അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ വന്നേലേ. അപ്പൊ ഒരുപാട് വേക്കൻസീസ് ഇല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നെക്സ്റ്റ് ഇയറിലും ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് വേക്കൻസീസ് എല്ലാം ഫില്ല് ചെയ്യും. സോ ഓരോന്നും നമുക്ക് അവസരങ്ങളാണ്, പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പം 541 ആണ് വേക്കൻസീസ് പറയുന്നത്. ഇനി SBI-PO എക്സാമിന്റെ ഷെഡ്യൂൾ നോക്കാം നമുക്ക്. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ SBI-PO നോട്ടിഫിക്കേഷൻ 2025 24th ജൂൺ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്, എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. 14 ജൂലൈ 14 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ ജൂലൈ ഫസ്റ്റ് വീക്കിലോ തന്നെ അപ്ലൈ ചെയ്ത് അതിന്റെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ജൂലൈ 3rd വീക്ക് നമുക്ക് SBI-PO പ്രിലിംസ് അഡ്മിറ്റ് കാർഡ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായിട്ട് എക്സാമും കണ്ടക്ട് ചെയ്യും. ഓക്കെ. അതുപോലെ SBI-PO മെയിൻസിന്റെ എക്സാം വരുന്നത് സെപ്റ്റംബറിലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഇന്റർവ്യൂ വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും. അപ്പൊ ജൂലൈ 3rd വീക്ക് മുതൽ അഡ്മിറ്റ് കാർഡ് വരും. അതുപോലെ തന്നെ 4th വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ SBI-PO പ്രിലിംസിന്റെ എക്സാം കാണും. ദെൻ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബറിൽ മെയിൻസിന്റെ എക്സാം കാണും. അപ്പൊ ഒരിക്കലും നെഗറ്റീവ് ആവാതിരിക്കാതെ ഫുൾ പോസിറ്റീവ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് ഏതാണോ എക്സാം നിങ്ങൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, IBPS-PO ആണെങ്കിൽ അത്, SBI-PO ആണെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി എന്ത് ചെയ്യുമോ, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നല്ലോ, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് SSC, RRB, ബാങ്ക്, നമുക്ക് ബാങ്കിന്റെ SBI-PO-യുടെയും IBPS-PO-യുടെയും ഒക്കെ കോച്ചിങ് നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊല്ലത്തും കൊട്ടാരക്കരയിലും തൃശ്ശൂരും കാലിക്കറ്റും ട്രിവാൻഡ്രം ആണ് നമുക്ക് സെന്റേഴ്സ് ഉള്ളത്. സോ അതിന്റെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കേണ്ടതെങ്കിൽ നമുക്ക് ജൂലൈ 2 തൊട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ജൂലൈ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. IBPS-PO ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ SBI-PO, അതുപോലെ തന്നെ RRB എക്സാംസിനൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ കോഴ്സുകളും നമ്മുടെ ഓൺലൈൻ പാക്കേജിലകത്ത് അവൈലബിൾ ആണ്. സോ അതിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ SBI-PO ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻസിലൊക്കെ പരിചയപ്പെടാം. എങ്ങനെ കോണ്ട് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ റീസണിങ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യാം, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക്